സാർ നമസ്കാരം. നമസ്കാരം. സാറിന്റെ പേര് ഗിരിജാപ്രിയൻ. ഗിരിജാപ്രിയൻ സാർ, അങ്ങനെ ഒരു പേര് നമ്മൾ ഈ പറയുന്ന പോലെ അപൂർവമായിട്ടേ കേട്ടുള്ളൂ. അച്ഛനത് വേണച്ചിട്ടിട്ടതാണ്, പേര് എങ്ങനെ വേണമെന്ന് വിചാരിച്ചിട്ടാണ് സാർ. ഞാൻ ഉദ്ദേശിക്കണോ ഗിരിജ എന്ന് പറഞ്ഞാല് പാർവതി, ഗിരിജയുടെ പ്രിയൻ. ഓക്കെ, ഞാനിന്ന് ആലോചിക്കുന്നത് കണ്ടിട്ട് ഞാൻ അതിനായിട്ട് വന്നല്ല, ജസ്റ്റ് ഇങ്ങനെ നടക്കാൻ വരും. ഓക്കെ, നടക്കാൻ വരുമ്പോ ഈ വഴിക്ക് ഇങ്ങനെ. അതെ, ഞങ്ങൾ ഈ ലൊക്കേഷൻ കണ്ടിട്ട്, ഈവൻ നമ്മളുടെ ഈ കുത്തിത്തിരിപ്പിന്റെ ലൊക്കേഷൻ കണ്ടിട്ട് വന്നതാണ്. ഞാൻ ഇന്ന് ആലോചിക്കുകയാണ്, ഇന്ന് ശനിയാഴ്ചയാണ്. നമ്മൾ വർഷങ്ങളായിട്ട് കേരളത്തിൽ തന്നെ ഏറ്റവും നിലയ്ക്കാത്തൊരു പരിപാടി കവർ സ്റ്റോറി എന്ന് പറഞ്ഞ സിന്ധു സൂര്യകുമാർ, കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തക, ഏഷ്യാനെറ്റിൽ അവതരിപ്പിക്കുന്ന പരിപാടിയാണ് കവർ സ്റ്റോറി എന്നുള്ളത്. ഒരാഴ്ചയിലത്തെ വാർത്തകളെ വിശകലനം ചെയ്ത് വിധി പറയുന്ന ഒരു പരിപാടിയാണ്. ശരിക്കും നമ്മുടെ തലമുറ കണ്ട ഏറ്റവും വലിയ ഒരു അപകടം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ദുരന്തമാണ് ചൂരൽമലയിലും മുണ്ടക്കയിലൊക്കെ ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് കേരളം ഇതുവരെ സ്വീകരിച്ച എല്ലാ നടപടികളും എന്ന് പറഞ്ഞാൽ മാതൃകാപരമാണെന്ന് മാത്രമല്ല, അവിടെ ദുരന്തത്തിൽപ്പെട്ടവർക്ക് അത്യാവശ്യം അവർക്ക് താമസിക്കാനായിട്ടൊരു വാടക വീടുകൾ, സെപ്പറേറ്റ് വീടുകൾ വരെ എടുത്തു കൊടുക്കുന്ന ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു പരിപാടി അവിടെ നടന്നു കഴിഞ്ഞു. അടുത്ത പരിപാടിയായിട്ട് മുന്നോട്ട് പോവാണ്. പ്രധാനമന്ത്രി വന്ന് കണ്ടു, ഇതുവരെ സഹായമൊന്നും ലഭിച്ചിട്ടില്ല. നമ്മൾ അതിനെ കുറ്റം പറയല്ല, പക്ഷേ ഒരു പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനൊരു കണക്ക് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കൃത്യമായ രേഖ കിട്ടാതെ വ്യാജ വാർത്ത ചെയ്തത്, അതിനെക്കുറിച്ച് ഇന്ന് സിന്ധു സൂര്യകുമാർ പറയുമോ എന്നുള്ളതാണ് ചോദ്യം. സാറിന് എന്താ തോന്നുന്നത്? അതായത് പറയേണ്ടതാണ്, അതായത് ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അവർ പറയേണ്ടതാണ്. എന്തെങ്കിലും പിഴവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, മനുഷ്യനാണ്, പിഴവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതാണ്, ഞങ്ങൾ ഇതാണ് ഉദ്ദേശിച്ചതെന്ന് പറയേണ്ടതാണ്. പക്ഷേ ഇവരുടെ ഞാൻ ഏഷ്യാനെറ്റ് കണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്, ഈ കർണാടകയിലുള്ള സമയം, ശശികുമാറിലെ, അത് വലിയ, അത് നമ്മളൊക്കെ ഈ വാർത്തകളെ അറിയുന്നത് അങ്ങനെയാണല്ലോ. അത് അന്ന് ഇരിക്കുന്ന LDF-നെയും UDF-നെയും എല്ലാവരും ക്രിട്ടിസൈസ്. പക്ഷെ അത് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമാണ്. ഒരിക്കലും ഒരു നോണ വെച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇത് ഇങ്ങനെയാണ് അതങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരില്ല. അപ്പോൾ അത് തന്നെയാണ് പറയുന്നത്. ഇവരത് ക്ഷമ ചോദിക്കും, ക്ഷമയാണ് ചോദിക്കേണ്ടത്. അല്ല, മനുഷ്യപരമായ ഏറ്റവും സാധാരണമായ ഒരു നടപടിയാണ് ക്ഷമ ചോദിക്കുക. അത് ഇപ്പോ ശ്രീകണ്ഠൻ നായർ ചെയ്തു. ആദ്യത്തെ കുത്തിന് അമ്മ മരിച്ചു, പിന്നെ ഒരു മൂന്നാമത്തെ കുത്താണ് ഞാൻ കുത്തിയത് എന്ന് പറയുമ്പോഴും ആളത് ചെയ്തു. നമ്മുടെ റിപ്പോർട്ടർ TVയുടെ അരുണും ചെയ്തു. ഈ വാർത്ത എക്സ്ക്ലൂസീവായി ആദ്യം കൊണ്ടുവന്നത് ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ടറാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ടർ നമ്മൾ അറിയുന്ന കാലത്ത് മാറാട് കേസൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, വളരെ തന്മയത്വത്തോടുകൂടി. അപ്പോൾ അത്രയും വലിയൊരു മാധ്യമപ്രവർത്തകൻ, അവരുടെ 30ാം വാർഷികം എന്ന് പറഞ്ഞാൽ നമ്മൾ പടിപടിയായി വളർച്ച വന്ന് കൃത്യത കൂടിക്കൂടി വരിക ചെയ്യുക, അത് വിൽക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഇന്നലെ നികേഷ് പറഞ്ഞ അഭിപ്രായം. കാരണം ആസൂത്രിതമായി ചെയ്തതാണെങ്കിൽ അവർക്ക് അവരുടെ മക്കളുടെ കാലത്തോളം നമ്മൾ പറയില്ല, ഈ ശാപം തീരാതിരിക്കും. അല്ല, എനിക്ക് തോന്നുന്നത് അവർ ഈ പറഞ്ഞ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇതുണ്ട്, കയ്യിലുണ്ടത്. ഏഷ്യാനെറ്റിന്റെ മാനേജ്മെന്റ് മാറി, ഇങ്ങനെയൊക്കെ വന്നല്ലോ. രാജീവ് ചന്ദ്രശേഖർ, നമുക്ക് തെറ്റ് പറയേണ്ട കാര്യമില്ല, ഞാനത് ആദ്യം തന്നെ ആലോചിച്ചിരുന്നു. അപ്പോൾ അത് എന്താണ്, ഓട്ടോമാറ്റിക്കായിട്ട് BJP എന്നുള്ള ഒരു, അതേ BJP എന്ന് മാത്രമല്ല, ആരാണോ ഭരണകക്ഷി കേന്ദ്രത്തിൽ അവരുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന മാതിരി വരും. പക്ഷെ ആത്യന്തികമായിട്ട് മനുഷ്യന് വേണ്ടത് മനുഷ്യത്വമാണ്. അതെ, ശരിയാണ്. പക്ഷെ നമ്മുടെ ഇവിടെ പ്രത്യേകിച്ച് കേരളത്തിൽ നിൽക്കുമ്പോൾ ഈ രാഷ്ട്രീയം അവിടെ വരും ഉള്ളിലേക്ക്, രാഷ്ട്രീയം വരണ ഉള്ളിലേക്ക്. അതായത് മനുഷ്യനെ മാറ്റി നിർത്തിയിട്ടും ഏത് പാർട്ടി ആയാലും എന്താ, അവിടെ മരിച്ചവരെല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും കോൺഗ്രസ്സുകാരും ഒന്നുമല്ല, എല്ലാവരും ഉണ്ട്, അതിലൊന്നും പെടാത്തവരുണ്ട്. അപ്പോൾ ഇതിലിത് കൊണ്ടുവരികയാണ്. അല്ലെങ്കിൽ അവർക്ക് യാതൊരു പ്രതിഷേധവും ഇല്ല. ഇത്രയും കാലങ്ങളായിട്ട് 50-60 ദിവസമായി അല്ലേ, അതെ, ഒരു രൂപ കിട്ടാത്തതിന്റെ പ്രതിഷേധമില്ല. അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ബിജു പറഞ്ഞ മാതിരി അവർ ക്ഷമ ചോദിക്കേണ്ടതാണ്, നാട്ടുകാരുടെ മുമ്പിൽ ക്ഷമ ചോദിക്കേണ്ടതാണ്. കാരണം അവരെ ഓഡിറ്റ് ചെയ്യാൻ ആരുമില്ല. അപ്പൊ അവർ സെൽഫ് ഓഡിറ്റിംഗിൽ അവര് പറയായിരുന്നു, ഞങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധത എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഞാൻ മറ്റു വിഷയങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട്. കേരളത്തിലെ അമ്മളമഴ പെയ്ത കാര്യം സാറിന് അറിയാം, അതിനെക്കുറിച്ച് ഒന്നുമല്ല പറയുന്നത്. എന്തായാലും സിന്ധു സൂര്യകുമാർ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ ആണ്, ഒരു മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ അതുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിർത്തുന്നു. ഞാൻ ബിജു പവിത്ര,
സാറിന്റെ കൂടെ ഗിരിജപ്രിയൻ, അങ്ങനെ ഒരു പേര് തന്നെ പറയാൻ എനിക്ക് പെട്ടെന്ന് നാമം വരില്ല. ഞങ്ങള് തൃശ്ശൂര് പൂരപ്പറമ്പിൽ നിന്നും ഒരു അപേക്ഷയാണ്, നിങ്ങളത് കേൾക്കുമോ എന്നറിയില്ല.